ഭഗവാനെ കട്ട് തിന്നുന്നവരാ. അതാണ് പേടിക്കണം. അതാണ് ഈ പറഞ്ഞവർ. അതുകൊണ്ടാ പറഞ്ഞത്. എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാ പേടിക്കേണ്ടത്? ഭഗവാനെ കൊള്ളയടിക്കുന്നവർ പേടിച്ചാൽ മതി. അടുത്ത ചോദ്യം 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 ചോദ്യം. യെസ്. പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളോട് പറയണത്, ഈ വൈക്കത്ത് 100 വർഷമായിട്ട് വൈക്കം മുനിസിപ്പാലിറ്റി നിലവിൽ വന്നിട്ട്, എന്നാൽ ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു വൈക്കം എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ഈ വൈക്കത്ത് മാത്രം. സത്യം പറയാലോ, ഞാൻ ഈ മൂത്രമൊഴിക്കാൻ ഈ വൈക്കത്ത് 100 വർഷക്കാലം ഭരിച്ചിട്ട് ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല. ഈ ഹോസ്പിറ്റലിൽ വരുന്നവരും ചോദിക്കാനോ? നിങ്ങളുടെ MLA അല്ലേ ഇവിടെ ഞാൻ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായ മഹേഷ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു പ്ലാൻ പദ്ധതി വെക്കാൻ പാടില്ലേ? എല്ലാവരോടും ചോദിക്കൂ. ഈ നഗരസഭയിൽ ഒന്ന് മാത്രമല്ല, ഇത് മാത്രമല്ല, എന്നാന്നറിയേ, ഇവിടെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം. ഞങ്ങൾ ബീച്ചിൽ ആ പരിപാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആ പണം സ്ഥലം വിട്ടുകൊടുക്കുവാനുള്ള പദ്ധതി, ഈ നടപടി സ്വീകരിക്കണം മുനിസിപ്പാലിറ്റി. ഇവിടെ ഭരിക്കുന്നത് UDF അല്ലേ? അത് നടപ്പിലാക്കാൻ സ്വീകരിക്കണം. അത് നടപ്പിലാക്കുന്നില്ല. ഈ നാടിന്റെ പൊതുവികസനത്തിന് അത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ? അതെല്ലാം നടപ്പിലാക്കണം. ഒരു മിനിറ്റ്. നമ്മൾ സമാധാനപരമായിട്ട് ചർച്ച നടത്തണം. അത് രണ്ടു കൂട്ടർക്കും എല്ലാവർക്കും നല്ലതാണ്. ഞാൻ ഒരു കാര്യം സുജിനോട് ചോദിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ KV കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ വൈക്കത്തുണ്ട്. KV കനാലിന് വേണ്ടിയിട്ട് തർക്കം വേണ്ട പ്ലീസ് ഒന്ന് ദയവ് ചെയ്ത് പ്ലീസ്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ആരോഗ്യപരമായ ചർച്ച ചോദിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതെ. ഒരു മിനിറ്റ്. അല്ല യെസ്, ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത് ഇത് സാറേ, അതൊക്കെ ഏകപക്ഷീയമാണെന്ന് പറയാ പോരാ. ചോദിക്കാം താങ്കൾക്ക്. യെസ്. ബഹളം വേണ്ട കേട്ടോ. എന്താ ഇത്? നിങ്ങൾ എന്നെ ഇങ്ങനെ തിന്നാൻ വരുന്ന പോലെ. പ്ലീസ്. എന്ത് പ്രശ്നം? ആരെങ്കിലും ഒന്ന് നിയന്ത്രിച്ചേ പ്ലീസ്. സുജിൻ, എല്ലാവരും സമാധാനം മിണ്ടാതിരുന്നേ. പാലിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുക. നമ്മൾ ഈ ചർച്ച ആകുമ്പോഴത്തേക്ക് ഈ ചർച്ചയില് പ്ലീസ് എല്ലാവരും അതാത് സ്ഥലത്ത് വന്നിരിക്കുക. എല്ലാവരും ഇവിടെ വന്നിരിക്കുക. ഹലോ, ഉത്തരം മുട്ടുമ്പോ സ്വാഭാവികമായിട്ട് കൊഞ്ഞനം കാണിക്കും. അതിലാരും പ്രകോപിതരാകരുത്. ഞങ്ങളുടെ കാര്യം ഞാൻ ചെയ്തോളാം, നോക്കിക്കോളാം. അതെ, ഇപ്പൊ ആങ്കർ ശരിയല്ലാതായി. ഹലോ, ഒന്ന് ഇരിക്കാമോ? ഇത് സംവാദമാണോ ഗുസ്തി മത്സരമാണോ? ഇത് ആശയപരമായ സംവാദമാണ്. ഗുസ്തി മത്സരത്തിനല്ല ഞങ്ങൾ വന്നത്. ഗുസ്തി മത്സരത്തിനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. ഞങ്ങൾക്ക് ആശയപരമായി നേരിടാൻ കൃത്യമായി ബോധത്തോടു കൂടിയാണ് ആശയപരമായ സംവാദം, ആരോഗ്യകരമായ അനാരോഗ്യകരമായി എന്ന് മാത്രമാണ്. ദേവിയൊന്ന് മാറി നിൽക്കുക പ്ലീസ്. ഹലോ, എല്ലാരും അതാ സ്ഥാനത്ത് ഇരിക്കുക. ചോദിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടല്ലോ, പിന്നെന്തിനാ ഈ ബഹളം വെക്കുന്നത്? ചർച്ച അലസി പിരിയരുത്. ദയവ് ചെയ്ത് ചർച്ച അലസി പിരിയരുത്. വൈക്കത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നമ്മൾ ചോദിക്കുന്ന വൈക്കത്തെ ജനങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റാത്തപ്പോൾ തർക്കമുണ്ടാകും. അത് നമ്മൾ സമാധാനപരമായിട്ട് ചർച്ച നോക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പ്രിയപ്പെട്ട ഞാൻ സുജിത്തിനോട് ചോദിക്കുന്നത്, ചേട്ടാ ഒന്ന് ഇരുന്നേ. നിങ്ങൾ കുറെ ഈ ബഹളം വെക്കാതെ ഒന്ന് ഇരുന്നേയാണ്. ഈ ബഹളം വെച്ച് പേടിപ്പിക്കല്ലേ. രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം. ജനം ടിവിയുടെ രാഷ്ട്രീയം കൃത്യമായി ഞങ്ങൾക്ക് പേടിപ്പിക്കല്ലേ. അതുകൊണ്ട് കുറെ കണ്ടതാ. നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റെങ്കിൽ ഇരിക്കാം. ജനം ടിവിയുടെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം. പക്ഷെ അത് ഇവിടെ വൈക്കത്ത് വന്ന് വൈക്കത്തിന്റെ മണ്ണിൽ ഓടില്ല. ജനം ടിവിയുടെ രാഷ്ട്രീയം കയ്യിലിരിക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ചേട്ടാ, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ.
നിങ്ങളുടെ ആൾക്കാരോട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ പിന്നെ എന്താ ഞങ്ങളൊരു കാണിച്ചേ പ്രകോപനം ഉണ്ടാക്കി. നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. നിങ്ങളിവിടെ ചോദ്യം ചോദിച്ചാൽ ഒരു ക്ഷേത്രത്തിൽ തട്ടി എത്ര നേരമായി ചർച്ച നിൽക്കുന്നു? അതല്ലേ മാറ്റി വിഷയം പറയും. ഞാനാണോ ചോദിക്കുന്നത്? ഇവിടെ 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ജനങ്ങളല്ലേ ചോദിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാതെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തട്ടി ഇവിടെ നിൽക്കുക, അത് വേണ്ട. ഒന്നിരിക്കാമോ എന്റെ സഹോദര എന്നെ ശരി ശരി, ഞാൻ താങ്കളുടെ ശിഷ്യത്വം സ്വീകരിക്കാം ആങ്കറിങ്ങിൽ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുക. നിങ്ങളുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കാം. അടുത്ത ചോദ്യം. മൈക്ക് എവിടെ? ചേട്ടല്ലേ ചോദിച്ചോണ്ടിരുന്നേ, ചോദിക്ക്. മൈക്കൊക്കെ തരും. താങ്കൾക്ക് മൈക്ക് തരും.